പ്രിയപ്പെട്ട കൂട്ടുകാരെല്ലാവർക്കും കാറ്ററ്റിൻ്റെ മാത്സിൻ്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ളൊരു ഭാഗമാണ് മാത്സ് അല്ലെങ്കിൽ കണക്കിൻ്റെ ഭാഗം. അപ്പോൾ നമുക്ക് ബേസ് ഇല്ലാത്തതിൻ്റെ ഭാഗമായിട്ടാണ് എല്ലാവർക്കും ഈ ഒരു വിഷയം പഠിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നത്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്താൽ മതി, നമ്മൾ മനസ്സറിഞ്ഞ് പഠിച്ചു കഴിഞ്ഞാൽ കിട്ടാത്ത ഒരു പ്രശ്നവും ഒരു വിഷയത്തിലും ഇല്ല. മാത്സ് പഠിക്കുമ്പോൾ ആദ്യം ബേസിക്കായിട്ട് നമുക്ക് അറിയേണ്ടത് മാത്സിൻ്റെ ബേസിക് ആയിട്ടുള്ള ഓപ്പറേഷൻസ് അറിയണം. അതായത് അഡീഷന്, സബ്സ്ട്രാക്ഷന്, ഡിവിഷന്, മൾട്ടിപ്ലിക്കേഷന്. അതുപോലെ തന്നെ ഇതിൻ്റെ റൂളാണ് ബോർഡ് മാസ്, ബ്രാക്കറ്റ്, ഓപ്പൺ, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്സ്ട്രാക്ഷൻ. ഇത്രയും കാര്യങ്ങളാണ് ഇതൊരു മിക്സ് ആയിട്ടുള്ള പ്രോബ്ലം തരികയാണെങ്കിൽ. അതല്ല നോർമലായിട്ട് അഡീഷനും സബ്സ്ട്രാക്ഷനും കുറക്കാനും കൂട്ടാനും ഗുണിക്കാനും ഹരിക്കാനുള്ള പ്രോബ്ലം ഡയറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാം? നമുക്ക് സാധാരണ പോലെ ഹരിക്കാനുള്ള പ്രോബ്ലം തന്നു കഴിഞ്ഞാൽ നേരെ ഡയറക്റ്റ് ഹരിക്കാം നമുക്ക്. പക്ഷേ ഇതെല്ലാം കൂടി മിക്സ് ആയിട്ടുള്ളൊരു പ്രോബ്ലം കിട്ടിയാൽ, ഉദാഹരണത്തിന് ഒരു ബ്രാക്കറ്റിലാണ് ആദ്യം തുടങ്ങുന്ന പ്രോബ്ലമെങ്കിൽ ആദ്യം നമ്മൾ ഏത് ചെയ്യണം? അപ്പോൾ അവിടെ പോയിട്ട് കൂട്ടുകയോ കുറക്കുകയോ ചെയ്യേണ്ടത്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ബ്രാക്കറ്റിലുള്ള ഓപ്പറേഷനാണ് ചെയ്യേണ്ടത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം കിട്ടുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും, നമ്മളെ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ ഉത്തരം എന്ത് ചെയ്യും? ഉത്തരം തെറ്റും. അപ്പോൾ ഇതിൽ ആദ്യമായിട്ട് മാത്സിൽ പറഞ്ഞാൽ ആദ്യമായിട്ട് നമ്മൾ പഠിക്കുന്നത് സംഖ്യകളെ കുറിച്ചാണ്. ഈ സംഖ്യകളുള്ള മാത്സിൻ്റെ എല്ലാം സംഖ്യകളില്ലാതെ എന്തില്ല? കണക്കില്ല. അപ്പോൾ സംഖ്യകളിൽ തന്നെ പലതരം സംഖ്യകളുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, 1, 2, 3, 4, 5 സംഖ്യകളാണ്. അതുപോലെ തന്നെ ചിലപ്പം കളി കാണുമ്പോഴൊക്കെ നമ്മൾ പറയും, ചിലപ്പോൾ രണ്ടാം പാദം സെമിയിൽ ഒരു ഗോളിന് തോറ്റു, അല്ലെങ്കിൽ ആദ്യത്തെ കളിയിൽ 2 ഗോളിന് മുമ്പിട്ടായിരുന്നു. അപ്പോൾ രണ്ടാമത്തെ കളിയിൽ നമ്മൾ തോറ്റു എന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യത്തെ കളിയിൽ 2 ഗോളിന് ലീഡുള്ള കളി, രണ്ടാമത്തെ കളിക്ക് അവർ 3 ഗോൾ സ്കോർ ചെയ്താൽ ഒരു ഗോൾ എന്താണ്? തിരിച്ചു കൊടുക്കാനാണ്. അപ്പോൾ ഒരു നെഗറ്റീവ് നമ്പറിൻ്റെ കൂടെ ഒരു പോസിറ്റീവ് നമ്പർ വന്നു കഴിഞ്ഞാൽ ഉത്തരം എന്തായി മാറും? ഉത്തരം നെഗറ്റീവായിട്ട് മാറും. ഉദാഹരണത്തിന് നമ്മളെ കൂട്ടുകാരൻ്റെ കയ്യിൽ നിന്നും ഒരു 10 രൂപ കടം വാങ്ങി. അപ്പോൾ -10 ഇത് കൊടുക്കാനാണല്ലോ. അപ്പോൾ -10. അപ്പോൾ നമ്മളെ വീട്ടിൽ നിന്ന് ഒരു 5 രൂപ കിട്ടിയപ്പോൾ നമ്മളെ കൂട്ടുകാരന് കൊണ്ടേ കൊടുത്തു. അപ്പോൾ എന്താണ്? -10 + 5. അപ്പോൾ കൂട്ടുകാരൻ നമ്മൾ ബാക്കി എത്ര രൂപ കൊടുക്കാനുണ്ടാകും? 5 രൂപ കൊടുക്കാനുണ്ടാകും. അപ്പോൾ എന്താണ്? ഒരു പ്രോബ്ലത്തിൽ ഒരു മൈനസ് സംഖ്യയും ഒരു പോസിറ്റീവ് സംഖ്യയും വന്നു കഴിഞ്ഞാൽ ഉത്തരത്തിൽ വലിയ സംഖ്യ ഉണ്ടല്ലോ, വലിയ സംഖ്യേൻ്റെ സിമ്പൽ ഏതാണോ അതേനായിരിക്കും ഉത്തരത്തിൽ വരിക. ഉദാഹരണത്തിന് നമ്മൾ 10 രൂപ കൊടുക്കാനുള്ള 5 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി എന്ത് കൊടുക്കാനുണ്ടാവും? 5 രൂപ കൊടുക്കാനുണ്ടാവും. അതെന്താണ്? മൈനസാണ്. അതുപോലെ തന്നെ ഗുണിക്കാനാണെങ്കിലും ഹരിക്കാനാണെങ്കിലും ഇതേ റോളിൽ തന്നെ ആയിരിക്കും പോകുക. പിന്നെ സംഖ്യകളെ നമ്മൾ 1, 2, 3 സംഖ്യകളാണ്. അപ്പോൾ സംഖ്യകൾക്ക് ഘടകങ്ങളുണ്ടാവും. അതായത് സംഖ്യയുടെ ഫാക്ടേഴ്സ്, ഒരേ ഒരു ഫാക്ടറുള്ള സംഖ്യ എന്ന് വെച്ചാൽ 1 ആണ്. പിന്നെ 2, 3, 4. ഉദാഹരണത്തിന് 4 എടുക്കുകയാണെങ്കിൽ 4 നമ്മൾക്ക് ഏതൊക്കെ സംഖ്യ കൊണ്ട് നിശേഷം ഹരിക്കാനും ഗുണിക്കാനും പറ്റുന്ന സംഖ്യകളുണ്ട്? 1 ഗുണിക്കണം 4, 2 ഗുണിക്കണം 2, പിന്നെ 4 ഗുണിക്കണം 1. തിരിച്ചു പറഞ്ഞാലും ഒരുപോലെ തന്നെയാണ്. അപ്പോൾ 4ൻ്റെ ഫാക്ടറായിട്ട് വരുന്ന സംഖ്യകൾ ഏതൊക്കെയാണ്? 1, 2, 4. അപ്പോൾ 4ന് എത്ര ഫാക്ടേഴ്സ് ഉണ്ട്? എത്ര ഘടകങ്ങളുണ്ട്? ഫാക്ടേഴ്സ് പറഞ്ഞാൽ ഘടകം 3 ഘടകങ്ങളുണ്ട്. അപ്പോൾ ഉദാഹരണത്തിന് 2ൽ കൂടുതൽ ഘടകങ്ങൾ വരുന്ന സംഖ്യകൾക്ക് നമ്മൾ പറയുന്ന പേരാണ് ഭാജ്യസംഖ്യ. 2ൽ കൂടുതൽ ഘടകങ്ങളുള്ള സംഖ്യകൾക്ക് പറയുന്ന പേരാണ് ഭാജ്യസംഖ്യ. 1ഉം അതേ സംഖ്യയും ഘടകങ്ങളായിട്ട് വരുന്ന സംഖ്യകൾക്ക് പറയുന്ന പേരാണ് അഭാജ്യസംഖ്യ, പ്രൈം നമ്പർ. 1ഉം അതേ സംഖ്യയും ഘടകമായിട്ട് വരുന്ന സംഖ്യകൾക്ക് പറയുന്ന പേരാണ് പ്രൈം നമ്പർ അല്ലെങ്കിൽ അഭാജ്യസംഖ്യ. ഉദാഹരണത്തിന് 2. ഏറ്റവും ചെറുതും ആദ്യത്തേതുമായ പ്രൈം നമ്പർ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? 2 ആണ്. ഇരട്ടയും ആദ്യത്തെയുമായ പ്രൈം നമ്പർ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? 2. ഇരട്ട സംഖ്യയിൽ ആകെ വരുന്ന ഒരേ ഒരു അഭാജ്യസംഖ്യ ഏതാണ്? 2 മാത്രമാണ്. വേറെ ഒരൊറ്റ ഇരട്ട സംഖ്യയും അഭാജ്യസംഖ്യ അല്ല. പിന്നെ 1 സംഖ്യ 1 ഉണ്ടല്ലോ, 1ന് എന്താണ്? ഒരേ ഒരു ഘടകമുള്ളൂ. 1 എന്തല്ല? ഭാജ്യവും അല്ല അഭാജ്യവും അല്ല. ഭാജ്യസംഖ്യ എന്ന് പറഞ്ഞാൽ കോമ്പോസിറ്റ് നമ്പർ. അപ്പോൾ 1ൻ്റെയും 100ൻ്റെ ഇടയിൽ വരുന്ന സംഖ്യകൾ പറഞ്ഞാൽ എത്ര സംഖ്യകളുണ്ട്? 25 അഭാജ്യ സംഖ്യകൾ, പ്രൈം നമ്പേഴ്സ് ഉണ്ട്. 1ൻ്റെയും 50ൻ്റെയും ഇടയിൽ വരുന്ന സംഖ്യകളാണെങ്കിൽ 15 സംഖ്യകളുണ്ട്. ഉദാഹരണത്തിന് 2, 3, 5, 7, പിന്നെ 11, 13, 17, 19 അങ്ങനെ സംഖ്യകൾ അങ്ങനെ പോകുന്നു. 23 സംഖ്യകൾ അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ചെറിയൊരു ട്രിക്കിലൂടെ നമുക്ക് കണ്ടെത്താം അഭാജ്യസംഖ്യ. കുറച്ച് സംഖ്യകൾ 1 മുതൽ 100 വരെയുള്ള സംഖ്യകൾ എഴുതണം എന്നുള്ളൂ. 1 നമ്മൾ എന്തിലും ഉൾപ്പെടുത്തിയിട്ടില്ല? അഭാജ്യത്തിലും ഭാജ്യത്തിലും ഉൾപ്പെടുത്തിയിട്ടില്ല. പിന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? 2 അവിടെ വെച്ചിട്ട് 2ൻ്റെ എല്ലാ ഗുണിതങ്ങളും നമ്മൾ വെട്ടിക്കളയണം. പിന്നെ 3 അവിടെ വെക്കുക, 3ൻ്റെ എല്ലാ ഗുണിതങ്ങളും നമ്മൾ വെട്ടിക്കളയണം. 4 2ൻ്റെ ഗുണിതങ്ങളാണല്ലോ 4, അപ്പോൾ 4 നമുക്ക് വെട്ടാം. പിന്നെ 5ൻ്റെ ആദ്യത്തെ ഗുണിതം 5 അവിടെ വെക്കുക, ബാക്കി എല്ലാ ഗുണിതങ്ങളും വെട്ടുക. പിന്നെ 7
ഏഴിൻ്റെ ആദ്യത്തെ ഗുണിതമായ 7 അവിടെ വെക്കുക. ബാക്കി എല്ലാ ഗുണിതങ്ങളും വെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ബാക്കി വരുന്ന സംഖ്യകൾ എന്തായിരിക്കും? 1 മുതൽ 100 വരെയുള്ള സംഖ്യകൾക്കിടയിലുള്ള ആ ഭാജ്യസംഖ്യകൾ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതല്ലെങ്കിൽ നമുക്കത് പഠിക്കാൻ ഏറ്റവും എളുപ്പമുള്ള മാർഗ്ഗം 1 മുതൽ 10 വരെയുള്ള സംഖ്യകൾക്കിടയിലുള്ള അഭാജ്യസംഖ്യകൾ പഠിച്ചു വെക്കുക. അപ്പോൾ എന്താവും? നമുക്ക് 10 വരെയുള്ള അഭാജ്യസംഖ്യകൾ നമുക്ക് കിട്ടി. അത് കഴിഞ്ഞിട്ട് 10 മുതൽ 20 വരെയുള്ള സംഖ്യകളുടെ ഇടയിലുള്ള അഭാജ്യസംഖ്യ പഠിച്ചു വെക്കുക. അപ്പോൾ ഒന്നും കൂടി എളുപ്പമായി. പിന്നെ 20ൻ്റെയും 30ൻ്റെ ഇടയിലുള്ള സംഖ്യ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഓരോ 10കൾക്കിടയിലും 3, 4, 5 സംഖ്യകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ചില സംഖ്യകൾക്കിടയിൽ ചില 90, 100 ഇടയിലൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു സംഖ്യയൊക്കെ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ പഠിക്കുമ്പോൾ നമുക്ക് എന്താവും? പെട്ടെന്ന് നമുക്ക് ഓർമ്മയിൽ നിൽക്കാൻ അത് കാരണമാകും. ഭാജ്യസംഖ്യയുടെ ഉപയോഗങ്ങൾ എവിടെയൊക്കെ വെച്ചാൽ, ഒരു ചോദ്യം ചോദിക്കുകയാണ്, 30 എന്നുള്ള സംഖ്യയുടെ ഘടകങ്ങളുടെ എണ്ണം കണ്ടെത്താൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഘടകങ്ങളുടെ എണ്ണം കണ്ടെത്താൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുക? അഭാജ്യ ഘടകക്രിയ, അതായത് ഫാക്ടറൈസേഷൻ ചെയ്യാനുണ്ടാവും. നമ്മളുണ്ടല്ലോ ഹരണത്തിൻ്റെ തിരിച്ചിടുന്ന രൂപം, ആ രൂപത്തിലൂടെ ചെയ്ത് കഴിഞ്ഞാൽ, പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് അഭാജ്യ സംഖ്യകൾ ഉപയോഗിച്ച് ഘടകീകരണം ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് ഉത്തരം കിട്ടും. ആ കിട്ടുമ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ 3 എന്നുള്ള സംഖ്യ നമ്മൾ തിരിച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ ആദ്യം നമുക്ക് ഏത് ഉപയോഗിക്കുക? 2 എന്നുള്ള സംഖ്യ ഉപയോഗിക്കുക. അപ്പോൾ 2 എന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അടിയിൽ നമുക്ക് 15 കിട്ടും. 15നെ വീണ്ടും നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഉപയോഗിക്കാം, ഒന്നെങ്കിൽ 5 ഉപയോഗിക്കാം, അല്ലെങ്കിൽ 3 ഉപയോഗിക്കാം. 3 ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 5 എന്ന് കിട്ടും ഉത്തരം. അപ്പോൾ 5 എന്നുള്ള സംഖ്യ നമുക്ക് അവിടെ നിർത്താം. കാരണം എന്താണ്? 5 ഒരു അഭാജ്യ സംഖ്യയാണ്. അപ്പോൾ കിട്ടിയ ഉത്തരം എന്താണ്? 2 ഗുണിക്കണം 3 ഗുണിക്കണം 5. ഇപ്പോൾ 2 ഗുണിക്കണം 3 പറഞ്ഞാൽ എത്രയാണ്? 6ആണ്. 6 ഗുണിക്കണം 5 എന്താണ്? 30ആണ്. നമുക്ക് കിട്ടിയ ഉത്തരം കറക്റ്റാണ്. നമുക്ക് അങ്ങനെ നോക്കി ചെക്ക് ചെയ്യാം. നമുക്ക് തന്ന സംഖ്യയും നമുക്ക് കിട്ടിയ ഘടകക്രിയ ചെയ്ത് കിട്ടിയ സംഖ്യയും കറക്റ്റാണെന്ന് നമുക്ക് അങ്ങനെ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അങ്ങനെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിൽ 3 സംഖ്യകളുണ്ട്. 3 വ്യത്യസ്തമായ സംഖ്യകളുണ്ട്. ഒന്ന് 2 ആണ്, രണ്ടാമത്തെ 3 ആണ്, മൂന്നാമത്തെ ഏതാണ്? 5 ആണ്. അപ്പോൾ ഈ സംഖ്യകൾ തമ്മിൽ എന്ത് ചെയ്യേണ്ടത്? നമ്മൾ ഗുണിക്കുക ചെയ്യേണ്ടത്. അപ്പോൾ 2ൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം? 1 കൂട്ടണം. അപ്പോൾ 2 എന്നുള്ള സംഖ്യേൻ്റെ വാല്യൂ എത്രയായി? 2 ആയി. 2 എന്നുള്ളൊരു സംഖ്യയും അതിൻ്റെ കൂടെ ഒരു സംഖ്യയും കൂടി കൂട്ടിയപ്പോൾ 2 സംഖ്യകളായി. അപ്പോൾ 2 ഗുണിക്കണം. പിന്നെ 3 എന്നുള്ളൊരു സംഖ്യ ഉണ്ട്, അതിൻ്റെ കൂടെ ഒരു സംഖ്യയും കൂടി നമ്മൾ കൂട്ടും. അപ്പോൾ 3 എന്നുള്ള സംഖ്യേൻ്റെ കൂടെ ഒന്നും കൂടി ഒരു സംഖ്യയും കൂടി. 3 നമ്മൾ ഒരു സംഖ്യ ആയിട്ടാണ് പരിഗണിക്കുന്നത്, അല്ല 3 എന്നുള്ള സംഖ്യേൻ്റെ വാല്യൂ അല്ല പരിഗണിക്കുന്നത്. അപ്പോൾ 3 2 അപ്പോൾ 5 എന്നുള്ളൊരു സംഖ്യ ഉണ്ട്, 5ൻ്റെ കൂടെ ഒരു സംഖ്യയും കൂടി എടുത്ത് കൂട്ടുമ്പോൾ അതും എന്തായി? 2 സംഖ്യകളായി. അപ്പോൾ 2 ഗുണിക്കണം 2. അപ്പോൾ എത്രയായി? 8 എന്ന് കിട്ടും. 2നെ 3 വട്ടം ഗുണിച്ച് കഴിഞ്ഞാൽ 8. അപ്പോൾ 30 എന്നുള്ള സംഖ്യക്ക് 8 ഘടകങ്ങളുണ്ട്. 30 എന്നുള്ള സംഖ്യക്ക് 8 ഘടകങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഈ ഘടകക്രിയ ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക ചെയ്യാം. അപ്പോൾ ഘടകക്രിയ വേറെ വ്യത്യസ്ത സംഖ്യ എടുത്തിട്ട് ചെയ്തു നോക്കാം. 2 അക്ക സംഖ്യയോ ഒരു 3 അക്ക സംഖ്യയോ 1000 ഏതെങ്കിലും ഏത് സംഖ്യ എടുത്ത് ചെയ്ത് നോക്കിയാലും ഉത്തരം ഇതുപോലെ തന്നെ നമുക്ക് കറക്റ്റ് കിട്ടും. ആർക്കെങ്കിലും ഈ അടുത്ത ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻസിൽ വന്നിട്ട് ചോദിച്ചാൽ മതി. അപ്പോൾ അടുത്ത ക്ലാസ് കാണും വരെ ബൈ.